നമസ്കാരം. ഇന്ന് നാം കാണുന്നത് 2025 PSC പരീക്ഷയിൽ ചോദിക്കാൻ സാധ്യതയുള്ള ചാമ്പ്യൻസ് ട്രോഫിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് ചാമ്പ്യൻസ് ട്രോഫി 2025 ഇന്ത്യയാണ് വിജയിച്ചത്. അപ്പോൾ നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കിയാലോ. ചാമ്പ്യൻസ് ട്രോഫി എന്താണ്? ചാമ്പ്യൻസ് ട്രോഫി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ശരിക്കും ക്രിക്കറ്റ് ടൂർണമെന്റ് ആണ്. ഒരു ക്രിക്കറ്റ് ടൂർണമെന്റ് ആണ് ചാമ്പ്യൻസ് ട്രോഫി. 2025 നടത്തിയത് 50 ഓവറുള്ള ക്രിക്കറ്റ് ടൂർണമെന്റ് ആണ്. ഇനി ഇത് ആരാണ് നടത്തിപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ ICC ആണ്. ICC എന്ന് പറയുന്നതാണ് ക്രിക്കറ്റിന്റെ അന്താരാഷ്ട്ര ബോഡി, അതായത് ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിൽ ആണ് ICC. നിലവിലെ ICCയുടെ അധ്യക്ഷനെ ചോദിച്ചു കഴിഞ്ഞാൽ അത് ജയ്ഷായാണ്. ജയ്ഷാ നമുക്കറിയാം ഇന്ത്യക്കാരനാണ്. അപ്പൊ ICCയുടെ തലവനാകുന്ന ICCയുടെ ചെയർമാൻ ആകുന്ന ഇന്ത്യക്കാരനാണ് ജയ്ഷാ എന്ന് കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതായിരിക്കും. ഞാൻ പറഞ്ഞു 50 ഓവറാണ് മത്സരങ്ങൾ. ക്രിക്കറ്റിനെ സംബന്ധിച്ച് നമുക്കറിയാം 3 ഫോർമാറ്റ് ഉണ്ട്: ഏകദിനം, T20, അതുപോലെ ടെസ്റ്റ്. അതിൽ 50 ഓവറുള്ള മത്സരങ്ങളെയാണ് നമ്മൾ ഏകദിന ക്രിക്കറ്റ് എന്ന് പറയുന്നത്. അപ്പൊ 2025 ചാമ്പ്യൻസ് ട്രോഫി ഏകദിന ഫോർമാറ്റിലാണ് നടത്തിയത്. 50 ഓവർ എന്ന് പറയുന്നത് ഒരു ടീമിന് ബാറ്റ് ചെയ്യാനാണ് 50 ഓവർ. അപ്പൊ 2 ടീമാണ് ഒരു ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ ഒരു സമയം മത്സരിക്കുക എന്ന് നമുക്കറിയാം. അപ്പൊ ഈ 2 ടീമിനും 50 ഓവർ വീതം ബാറ്റ് ചെയ്യാൻ കിട്ടും. ഇനി ഒരു ഓവർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഓവർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് 6 പന്താണ്. ഒരു ഓവറിൽ 6 പന്താണ് ബൗൾ ചെയ്യുന്ന ടീം എറിയുന്നത്. അങ്ങനെ 50 ഓവർ എന്ന് പറയുമ്പോൾ ടോട്ടൽ എത്ര പന്ത് കാണും? 50 × 6 300 പന്തുകളാണ് നോർമൽ മത്സരത്തിൽ ഉണ്ടാവുക. അപ്പൊ ഇതാണ് നമുക്ക് 50 ഓവറുമായിട്ട് ബന്ധപ്പെടുത്തി പറയാനുള്ളത്. ഈ കാര്യം സൂചിപ്പിച്ച എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാത്സിലെ ആവറേജുമായി ബന്ധപ്പെട്ട് വരുന്ന ചോദ്യങ്ങളിലൊക്കെ നമുക്ക് ഈ ഓവർ കൺസെപ്റ്റ് കൂടി ഒന്ന് അറിയേണ്ടി വരും. ഇനി ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ 8 എന്താണ്? 8 കൊണ്ട് ഉദ്ദേശിക്കുന്നത് 2025 ആകെ പങ്കെടുത്ത ടീമുകളുടെ എണ്ണമാണ്. അപ്പൊ ചാമ്പ്യൻസ് ട്രോഫി 2025 ആകെ എത്ര ടീം പങ്കെടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 8 ആണ്. ഇനി വേദി എവിടെയായിരുന്നു? പ്രധാന വേദി പാകിസ്ഥാനാണ്. എന്നാൽ ഇന്ത്യയുടെ മത്സരങ്ങൾ നടത്തിയത് പാകിസ്ഥാനിലല്ല. ഇന്ത്യയുടെ മത്സരങ്ങൾ നടന്നത് UAE ആണ്, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്. ഇന്ത്യയുടെ മത്സരങ്ങൾ മാത്രം നടന്നത് UAE ആണ്, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്. UAEയുടെ ക്യാപിറ്റൽ അബുദാബി ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതാണ് 2025 ചാമ്പ്യൻസ് ട്രോഫി വേദിയുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് ഇതിന്റെ ഒരു ചരിത്രത്തിലേക്ക് പോകേണ്ടതുണ്ട്. ചരിത്ര വസ്തുത. ആദ്യമായിട്ട് ചാമ്പ്യൻസ് ട്രോഫി നടന്നത് എപ്പോഴാണ്? 1998ലാണ്. 1998ലാണ് ചാമ്പ്യൻസ് ട്രോഫി ആദ്യമായിട്ട് നടന്നത്. അത് നടന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബംഗ്ലാദേശിലാണ് ചാമ്പ്യൻസ് ട്രോഫി ആദ്യമായിട്ട് നടന്നത്. അന്ന് ഇതിന്റെ പേര് ചാമ്പ്യൻസ് ട്രോഫി എന്നല്ല, നോക്കൌട്ട് ട്രോഫി എന്നാണ്. നോക്കൌട്ട് ടൂർണമെന്റ് എന്നാണ് അന്ന് ചാമ്പ്യൻസ് ട്രോഫി അറിയുന്നത്. പിന്നെ വിൽസ് ഇന്റർനാഷണൽ കപ്പ് എന്നും അറിയപ്പെട്ടിട്ടുണ്ട്. വിൽസ് ഇന്റർനാഷണൽ കപ്പ്. ഈ 2 രീതിയിലും അറിയപ്പെട്ടിരുന്നതാണ് ചാമ്പ്യൻസ് ട്രോഫി. പിൽക്കാലത്താണ് ഇതിനെ ചാമ്പ്യൻസ് ട്രോഫി എന്നുള്ള വിശേഷണം കൊടുത്തതെന്ന് കൂടി ഒന്ന് ഓർത്തു വെക്കുക. ഇനി ആദ്യത്തെ ടൂർണമെന്റ് 1998 നടന്നു. വിജയിച്ചത് ചോദിച്ചു കഴിഞ്ഞാൽ ദക്ഷിണാഫ്രിക്ക, പരാജയപ്പെടുത്തിയത് വെസ്റ്റ് ഇൻഡീസിനെയാണ്. രണ്ടാമത്തെ ടൂർണമെന്റ് 2000ലാണ്. ഇതെല്ലാം നമ്മൾ പഠിക്കേണ്ട. 2000 ഇന്ത്യ റണ്ണറപ്പായി, അതായത് ഫൈനലിൽ പരാജയപ്പെട്ടു. പിന്നെ 2017 ഇന്ത്യ പരാജയപ്പെട്ടു. അപ്പൊ ഇന്ത്യ ഫൈനലിൽ പരാജയപ്പെട്ട 2 ടൂർണമെന്റ് ചോദിച്ചു കഴിഞ്ഞാൽ 2000 2017 അപ്പൊ 2000 ജയിച്ചത് ആരാ? ന്യൂസിലൻഡ്. എന്നാൽ ഇന്നോ 2025 ഇന്ത്യ ജയിച്ചു, ന്യൂസിലൻഡ് പരാജയപ്പെട്ടു. അപ്പൊ ഇതൊന്ന് തിരിച്ചു പഠിച്ചാൽ മതി. 25 വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യ പരാജയപ്പെട്ടടുത്താണ് ഇന്ത്യ ഇന്ന് ജയിച്ചതെന്ന് ഓർത്താൽ മതി. അപ്പൊ ഇനി ഇന്ത്യ എത്ര തവണ ചാമ്പ്യൻസ് ട്രോഫി കിരീടം നേടിയിട്ടുണ്ടെന്ന് ചോദിച്ചാൽ 3 തവണ. ആദ്യം 2002, പിന്നെ 2013, ഇപ്പോ 2025. ഇങ്ങനെ 3 തവണയാണ് നേടിയത്. ഈ 2002 ഒരു പ്രത്യേകത കൂടിയുണ്ട്. അന്ന് ഫൈനൽ മത്സരം നടന്നില്ല, കളി ഉപേക്ഷിക്കേണ്ടി വന്നു. അതിനാൽ ഇന്ത്യയും ശ്രീലങ്കയും കൂടി സംയുക്ത ജേതാവാവുകയാണ് ചെയ്തത്. അപ്പൊ ആദ്യ തവണ ഇന്ത്യ സംയുക്ത ജേതാവാവുകയാണ് ചെയ്തത്. 2002, 2013, 2025 ഈ 3 തവണയാണ് അപ്പൊ ഇന്ത്യക്ക് കിരീടം ലഭിച്ചിട്ടുള്ളത്. അതേസമയം പരാജയപ്പെട്ട 2 വർഷങ്ങളാണ് 2000-ഉം 2017. 2025 മുമ്പ് അവസാനമായിട്ട് നടന്നത് 2017 കൂടി ഒന്ന്
മനസ്സിലാക്കി വെക്കുക. ഇനി 2017 ടൂർണമെന്റ് അവസാനം നടന്ന എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇംഗ്ലണ്ടിലും വെയിൽസിലുമാണ്. 2017 നടന്നത് ഇംഗ്ലണ്ടിലും വെയിൽസിലുമാണ്. അതേസമയം 2025 നടന്നത് പാകിസ്ഥാനിലാണ്. ഇന്ത്യയുടെ മത്സരങ്ങൾ നടന്നത് UAE ആണ്. അപ്പൊ ഇന്ത്യയുടെ മത്സരങ്ങൾ UAE-യിലാണ് നടന്നത് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഫൈനൽ മത്സരം എവിടെ തന്നെ ആയിരിക്കും നടന്നിട്ടുള്ളത്, UAE-യിലാണ്. അപ്പൊ ഇത്രയും നമ്മളൊന്ന് ചരിത്ര ഭാഗത്തുനിന്ന് മനസ്സിലാക്കി വെക്കുക. ആദ്യമായിട്ട് നടന്നത് 1998. ഇനി നമ്മൾ പോകുന്നത് 2025 കറണ്ട് അഫയർ ഫാക്റ്റ് ആണ്. ഫൈനൽ ഞാൻ പറഞ്ഞു UAE-യിലാണ് നടന്നത്. UAE-യിലെ ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയം വിജയിച്ചത് ഇന്ത്യയാണ്, പരാജയപ്പെടുത്തിയത് ന്യൂസിലൻഡിനെയാണെന്ന് കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി ആരായിരുന്നു രോഹിത് ശർമ്മ? ഇന്ത്യയുടെ ക്യാപ്റ്റൻ ആയിരുന്നു രോഹിത് ശർമ്മ. ക്യാപ്റ്റൻ എന്നത് മാത്രമല്ല അദ്ദേഹത്തിന്റെ പ്രത്യേകത, ഫൈനലിലെ താരം. IPL-ലെ അവസാന മത്സരത്തെയാണ് ഫൈനൽ എന്ന് പറയുക. ആ ഫൈനൽ മത്സരത്തിലെ മികച്ച താരവുമായി തെരഞ്ഞെടുത്ത് ചോദിച്ചാലും രോഹിത് ശർമ്മയാണ്. അപ്പോൾ ഫൈനലിലെ മികച്ച താരം ചോദിച്ചാലും രോഹിത് ശർമ്മയാണെന്നൊന്ന് ഓർത്തു വയ്ക്കുക. അടുത്തുള്ളത് മിച്ചൽ സാന്റർ. ഇദ്ദേഹമാണ് ന്യൂസിലൻഡിന്റെ ക്യാപ്റ്റൻ. അപ്പൊ ന്യൂസിലൻഡിന്റെ ക്യാപ്റ്റൻ ചോദിച്ചു കഴിഞ്ഞാൽ മിച്ചൽ സാന്റർ. ഇനി ആരാണ്? രജിൻ രവീന്ദ്ര. രജിൻ രവീന്ദ്രയാണ് ഈ ടൂർണമെന്റിലെ ഏറ്റവും മികച്ച താരം. ഈ ടൂർണമെന്റിലെ, ഫൈനലിലെ അല്ല, ഈ ടൂർണമെന്റിലെ ഏറ്റവും മികച്ച താരം ചോദിച്ചു കഴിഞ്ഞാൽ അത് രജിൻ രവീന്ദ്രയാണെന്നൊന്ന് ഓർത്തു വയ്ക്കുക. അതേപോലെ അദ്ദേഹത്തിന്റെ പേരിൽ തന്നെയാണ് മറ്റൊരു റെക്കോർഡ് കൂടി ഉള്ളത്. ഈ ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ റണ്ണ് നേടിയ താരം ചോദിച്ചാലും രജിൻ രവീന്ദ്രയാണ്. അപ്പൊ രജിൻ രവീന്ദ്രയെ കുറിച്ച് 2 പോയിന്റാണ് നമ്മൾ പഠിക്കാനുള്ളത്. പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ്, ടൂർണമെന്റിലെ മികച്ച താരം എന്ന് ചോദിച്ചാലും, അല്ലാന്നുണ്ടെങ്കിൽ ഈ ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ റണ്ണ് നേടിയ താരം ചോദിച്ചാലും രജിൻ രവീന്ദ്രയാണ്. അതേസമയം ഈ ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് എന്ന് വെച്ചാൽ പുറത്താക്കുന്നതെന്നാണ് അർത്ഥം, ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയ ആളിനെ ചോദിച്ചു കഴിഞ്ഞാൽ അത് മാറ്റ് ഹെൻറിയാണ്. മാറ്റ് ഹെൻറി. ഇവിടെ രജിൻ രവീന്ദ്രയും മാറ്റ് ഹെൻറിയും ന്യൂസിലൻഡിന്റെ താരങ്ങളാണെന്ന് ഓർക്കുക. മിച്ചൽ സാന്റർ ആയിരുന്നു ന്യൂസിലൻഡിന്റെ ക്യാപ്റ്റൻ. കൂടി ഇവിടെ മനസ്സിലാക്കി വെക്കുന്നത് നല്ലതായിരിക്കും. നമ്മൾ 8 ടീമുകളാണ് ആകെ പങ്കെടുത്തതെന്ന് പറഞ്ഞു. അതിൽ ഒരു ടീം ഹോസ്റ്റ്, അതായത് വേദി ഒരുക്കിയ പാകിസ്ഥാന് ലഭിച്ചു കഴിഞ്ഞു ഒരു ടീം. ബാക്കിയുള്ള 7 ടീം എങ്ങനെയാണ് ചാമ്പ്യൻസ് ട്രോഫിയിലേക്ക് ക്വാളിഫൈ ചെയ്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം അവസാനമായിട്ട് ഏകദിന ലോകകപ്പ് നടന്നത് 2023-ലാണ്. 2023-ലെ ഏകദിന ലോകകപ്പിൽ ആദ്യ 7 സ്ഥാനങ്ങളിലെത്തിയ ടീമുകളാണ് പിന്നീട് യോഗ്യത നേടിയത്. അപ്പോൾ ആ 7-ഉം പാകിസ്ഥാനും കൂടെ ചേർത്ത് 8 ടീമുകൾ. അങ്ങനെയാണ് ഈ 8 ടീമുകൾക്കുള്ള യോഗ്യത കൽപ്പിച്ചതെന്ന് കൂടി മനസ്സിലാക്കി വെക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ ചാമ്പ്യൻസ് ട്രോഫിയുടെ മാത്രം ഒരു പ്രത്യേകതയാണ്, വിജയിക്കുന്ന ടീമിലെ അംഗങ്ങൾക്ക് ലാസ്റ്റ് ഒരു വൈറ്റ് ഷർട്ട്, ചാമ്പ്യൻസ് ട്രോഫിയിൽ ലേബൽ ചെയ്തിട്ടുള്ള വൈറ്റ് ഷർട്ട് കൊടുക്കുന്ന ടൂർണമെന്റ് ചോദിച്ചാലും ചാമ്പ്യൻസ് ട്രോഫിയാണ്. അപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ ക്യാപ്റ്റൻ ചോദിച്ചു കഴിഞ്ഞാൽ രോഹിത് ശർമ്മയായിരുന്നു. അദ്ദേഹം തന്നെയാണ് ഫൈനലിലെ താരം എന്നുകൂടി ഒന്ന് ഓർത്തു വയ്ക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ചാമ്പ്യൻസ് ട്രോഫിയുടെ ഈ ഒരു സെഷൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.